ഈ ബർഗർ തിന്നണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വാടക എടുക്കേണ്ടി വരും. കാരണം ഇത് ഒറ്റക്കടി അടിക്കുമ്പോൾ അപ്പുറത്തെ കൂടി ഇപ്പുറത്തെ കൂടി സാധനം താഴ്ത്തുള്ളൂ. കുടുംബവീട്ടിൽ ചിലപ്പോൾ ബർഗറായിട്ട് വരും ചില ചേച്ചി. കാരണം നമ്മൾ ഒരു സദസ്സിൽ നിന്ന് തിന്നാൻ പറ്റാത്തൊരു ഭക്ഷണമാണ് അതല്ലേ, ബർഗർ കൊണ്ട് വെച്ചാൽ. അപ്പൊ ഞാൻ ചേച്ചിനോട് പറയും, ചേച്ചി ഇത് എളുപ്പത്തിൽ തിന്നാൻ വേണ്ടിയിട്ട് ചേച്ചിനോട്, ചേച്ചി ഇത് ഒരു 8 കഷ്ണമായിട്ട് മുറിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പൊ ചേച്ചി ആയിരിക്കും അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് ചേച്ചി അപ്പുറത്ത് പോയിട്ട് 8ആയിട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം മാത്രം കൊണ്ട് തരുമെന്നേ. ഞാനിത് 8 തിന്നാലാന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. പിന്നെ അത് കുടുംബ വീട്ടിൽ ചോദിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി 7 എന്ത് ചെയ്യുന്നുള്ള കണ്ടീഷനിൽ ഒരെണ്ണം തിന്നിട്ട് വെള്ളർക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ ചേച്ചിക്ക് ഒന്ന് ചോദിക്കുക, ചെഞ്ഞി വേണമെന്ന് അത് ചോദിക്കാൻ. എൻ്റെ വീട്ടിൽ അങ്ങനെ ഈ ബർഗർ അങ്ങനെ സാധാരണ കാണാറില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മമ്മയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പ്രശ്നമൊന്നുമില്ലടാ, അത് അവളുടെ വീട്ടിൽ നിന്ന് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് 2-3 ബർഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അതിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് അവൻ കണ്ടിട്ടുണ്ട്. അവൻ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. മുമ്പ് വീട്ടിൽ വരുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് കൊണ്ടുതരും. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. ഇപ്പൊ വരുന്നേരം എന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അവർ കൊണ്ടുതരും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാൽ അവർ തുറക്കും. എന്നിട്ട് അവരും നമ്മളും കൂടി ഇരുന്ന് തിന്നും. കുറെ അവർ തന്നെയാണ് കൂടുതൽ തിന്നാറ്. എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? മുമ്പ് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണ്. പക്ഷെ ഇപ്പൊ അവർ കൊണ്ടുവന്നിട്ട് അവരങ്ങോട്ട് തിന്നെയാണ്. നമുക്ക് കൂടെ തിന്നാൻ നിന്നാൽ നമുക്ക് കുറച്ച് നമുക്ക് കിട്ടും. അല്ലാതെ വേറെ ഇപ്പോഴത്തെ ഒരു തീറ്റയുടെ ഒരു പ്രത്യേകതയാണത്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിന്ന് ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോയി. കൊണ്ടുപോകാൻ വേണ്ടും ബാക്കിയില്ലെങ്കിൽ എന്നപ്പോൾ ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ളത്. വെറുതെ എന്തിനാണ് നമ്മൾ അവനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ബാക്കി വന്ന ബർഗർ ഫ്രിഡ്ജിലിരിക്കാം. അമ്മേ എനിക്ക് ബർഗർ വേണം. അവൻ തരൂല എന്ന് പിന്നെയും ചോദിച്ചു. രക്ഷ അവസാനം അമ്മ അവനോട് പറഞ്ഞു, എടാ അമ്മാമ്മനോട് ചോദിച്ചാ അമ്മാമ്മ സമ്മതിച്ചാ തരാം. അമ്മാമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മാമ്മേ ബർഗർ. അമ്മാമ്മ പലതും പറഞ്ഞു. അവസാനം അമ്മാമ്മ ഒരു കാര്യം പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്താ ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അമ്മാമ്മ ചെയ്യണത്? എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന ഞാൻ തരാന്ന് പറഞ്ഞു. ആത്മഹത്യാപരമായ തീരുമാനമാണ് അമ്മാമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാന്ന് വെച്ചു. ബോധമുള്ളപ്പോൾ തന്നെ അമ്മാമ്മ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഇതിന് ബോധക്കുറവുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് ചെല്ലിയേക്കണെന്ന് ഒരു പിടിയില്ല. അതൊക്കെ ചെല്ലി തീരുമ്പോൾ ഒരു 2 മണിക്കൂറാവും. ഇത് അവനറിയാം. അവൻ പറഞ്ഞു, ഓക്കെ ഞാൻ തയ്യാറാണ് അമ്മാമ്മയെന്ന്. അങ്ങനെ അമ്മാമ്മയും കൊച്ചുമകനും കൂടെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. ഞാനിങ്ങനെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പൊ അമ്മാമ്മ അവനെ ഈശോയ്ക്ക് അഭിമുഖമായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കുരിശു വരക. പ്രിയമുള്ളവരെ, അപ്പോ ഞാൻ ഓർത്തത് എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും അല്ലേ. നമ്മുടെയൊക്കെ ഉള്ളിൽ അവ്യക്തമായ ഒരു ചിന്തയുണ്ടല്ലേ. നമ്മുടെ അമ്മ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. പിന്നില് അമ്മ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കും. അമ്മയോട് ഇങ്ങനെ ചാരി നിൽക്കാനായിട്ട് അനുവദിക്കും. അമ്മയ്ക്ക് അഭിമുഖമായിട്ടല്ല, ഈശോയ്ക്ക് അഭിമുഖമായിട്ട്. ഈ കുഞ്ഞ് ബർഗറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഒരു കത്തോലിക്ക ബർഗറാണ്. കത്തോലിക്ക ബർഗർ എന്ന് പറയുമ്പോൾ പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം, മുന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി പൊട്ടിയൊലിക്കുന്ന എൻ്റെ ഈശോയുടെ ഹൃദയം, ഇതിനിടയിൽ ജീവിക്കുന്ന ഞാൻ.